ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നത് ഞങ്ങൾ പറയാനുള്ള കാരണം ആ MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. സൈലം ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്യൂഷൻ ഏജൻസി ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അത് അന്വേഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള പല വ്യക്തികളും സൈലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് കൃത്യമായ അന്വേഷണം പോവാത്തത്. KSU കൃത്യമായിട്ട് DD ഉൾപ്പെടെയുള്ള ആളുകളോട് എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. ഇടത് അധ്യാപക സംഘടന ആളുകൾ കൃത്യമായി ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് KSU. ഇടത് അധ്യാപക സംഘടനയിലെ നേതാക്കൾക്കും അതുപോലെ തന്നെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈലം എന്ന പേരുള്ള ഓൺലൈൻ ട്യൂഷൻ സെന്ററിനും ഇതുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്നാണ് KSU ആരോപിക്കുന്നത്. കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നും MS സൊല്യൂഷൻ എന്ന് പറയുന്നത് കേവലം പരൽമീൻ മാത്രമാണെന്നും വലിയ വലിയ തിമിംഗലങ്ങൾ പുറത്തുണ്ട് എന്നും KSU ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് കുരുവട്ടൂർ മറുനാടനോട് സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള അന്വേഷണം പര്യാപ്തമല്ല എന്നാണ് KSU ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് കുരുവട്ടൂർ നമ്മളോട് സംസാരിക്കുന്നു. എന്താണ് നിലവിലെ ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് KSU? ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU നിരന്തരമായി പരാതികൾ നൽകുകയാണ്. ഈ പരാതിയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് KSUവിന് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നത് ഞങ്ങൾ പറയാനുള്ള കാരണം ആ MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഞങ്ങൾ കൃത്യമായി പറയുന്നു, സൈലം ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്യൂഷൻ ഏജൻസി ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അത് അന്വേഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള പല വ്യക്തികളും സൈലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് കൃത്യമായ അന്വേഷണം പോവാത്തത്. ഗവൺമെന്റ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താത്തത് എന്നാണ് KSUവിന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് KSU നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന സമര പരിപാടികൾ, ഭാവി പരിപാടികൾ. KSU കഴിഞ്ഞ ദിവസം DD ഓഫീസിന്റെ പുനർനാമകരണം ചെയ്യപ്പെട്ടു. KSU അടിയന്തരമായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആലോചിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ഈ വിഷയം അടിയന്തരമായി ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് KSU തയ്യാറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ, അതായത് ഇടത് അധ്യാപക സംഘടനയിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വലിയ രീതിയിൽ ആരോപണം നേരിടുന്നുണ്ട്. അതിനെയാണ് ഇപ്പോൾ നിലവിൽ KSU കഴിഞ്ഞ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് KSU കൃത്യമായിട്ട് DD ഉൾപ്പെടെയുള്ള ആളുകളോട് എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. ഇടത് അധ്യാപക സംഘടന ആളുകൾ കൃത്യമായി ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഈ സൈലം ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന നേതാക്കളാണ്. അതിൽ കൃത്യമായ തെളിവുകൾ കേരള വിദ്യാർത്ഥി യൂണിയൻ എടുത്തുണ്ട്. അത് ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യമായിട്ടല്ല ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്തും അതുപോലെ തന്നെ കഴിഞ്ഞ വാർഷിക പരീക്ഷയുടെ സമയത്തും ഇതേ മാതൃകയിൽ യൂട്യൂബ് ചാനലുകൾ വഴി ചോദ്യ മാതൃകകൾ ചോർന്നു എന്ന ആരോപണം ഉയർന്നു കേട്ടിരുന്നു. എന്തൊക്കെയായാലും KSU ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരോപിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന ആരോപണം ഉയർന്നു വരുമ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിഷ്ക്രിയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ MS സൊല്യൂഷൻസിലേക്കും MS സൊല്യൂഷൻസിന്റെ ഉടമയായ ഷുഹൈബിലേക്കും മാത്രം ഒതുങ്ങുന്നതിൽ വലിയ രീതിയിലുള്ള അനീതിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിന്റെ പിറകിൽ വലിയ വൻ തിമിംഗലങ്ങളും ഇതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇടത് അധ്യാപക സംഘടനയിലെ പല നേതാക്കൾക്കും ഇതിന്റെ പിറകിൽ പങ്കുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈലം എന്ന പേരായ ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇതിൽ പങ്കുണ്ട്. അവരുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇതേ മാതൃകയിൽ മാതൃകകൾ ചോർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും പരിശോധിക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് നിലവിൽ KSU മുന്നോട്ട് വെക്കുന്ന ആരോപണം. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.